യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും പോരാട്ടങ്ങളുടെ ഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ച ചില നിർണായക നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അമ്പും വില്ലും പീരങ്കികൾക്ക് വഴിമാറിയതുപോലെ സാധാരണ യുദ്ധവിമാനങ്ങൾ സ്റ്റെൽത്ത് ടെക്നോളജിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞതുപോലെ ആധുനിക ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടങ്ങൾക്കാണ്. ഇത്തരമൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റിലേക്കാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല ലോകത്തിനു മുന്നിൽ ആ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. ഒരു നിമിഷം ലോകരാജ്യങ്ങളെപ്പോലും അമ്പരിപ്പിച്ച ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ആ പേര് ഇതായിരുന്നു: താര ഗ്ലൈഡ് ബോംബ് കിറ്റ്. ശത്രുപാളയങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഈ പുതിയ കണ്ടുപിടുത്തം യഥാർത്ഥത്തിൽ ഒരു പുതിയ ബോംബല്ല, മറിച്ച് നമ്മുടെ ആയുധപ്പുരകളിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന പഴയ ബോംബുകൾക്ക് പൊതുജീവൻ നൽകുന്ന ഒരു പുതിയ മാന്ത്രിക വിദ്യയാണ്. ഒരു സാധാരണ ബോംബ് വിമാനത്തിൽ നിന്നും താഴേക്കിട്ടാൽ കേവലം ഭൂഗുരുത്വാകർഷണത്തിന്റെ മാത്രം ബലത്തിലാണ് അത് താഴേക്ക് വീഴുന്നത്. അതിന് പെട്ടെന്ന് 2 ചിറകുകൾ മുളച്ചാലോ? വെറും ചിറകുകളല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും മികച്ച GPS സിസ്റ്റവും മനുഷ്യനേക്കാൾ വേഗത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള നിർമ്മിത ബുദ്ധിയും അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പിന്നെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നയിക്കാൻ പര്യാപ്തമായ ഒരു അത്യാധുനിക ഗൈഡൻസ് സിസ്റ്റവും അതിൽ ഘടിപ്പിച്ചാലോ? ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ അവരുടെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ 200 കിലോമീറ്റർ അകലെയുള്ള ഒരു ടാർഗറ്റിലേക്ക് അതിന് കൃത്യമായി പറന്നിറങ്ങാൻ കൂടി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് താര. എന്താണ് യഥാർത്ഥത്തിൽ ഈ താര അഥവാ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആയുധമോ സ്ഫോടക വസ്തുവോ അല്ല, മറിച്ച് പഴയ ഒരു ബോംബിനെ ആധുനിക കാലത്തെ അത്യാധുനിക ക്രൂയിസ് മിസൈലുകളോട് കിടപിടിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു ഗൈഡൻസ് ആൻഡ് ഗ്ലൈഡ് കിറ്റാണ്. ഈ സംവിധാനം ബോംബിൽ ഘടിപ്പിക്കുന്നതോടെ വെറും ഒരു ഇരുമ്പ് കഷ്ണമായിരുന്ന ആയുധത്തിന് പെട്ടെന്ന് ജീവൻ വരുന്നത് പോലെയാണ്. DRDO വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ പക്കലുള്ള ഏത് സാധാരണ ബോംബിനെയും അടിമുടി മാറ്റിയെഴുതുകയും അവയ്ക്ക് 3 പുതിയ മുഖങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. ലക്ഷ്യബോധമില്ലാതെ താഴേക്ക് പതിക്കുന്ന ഒരു ഡംപ് ബോംബിനെ ഇതൊരു സ്മാർട്ട് ബോംബാക്കി മാറ്റുന്നു. കൂടാതെ യുദ്ധമുഖത്ത് സാധാരണ ബോംബുകൾക്ക് സംഭവിക്കാനിടയുള്ള പിഴവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കി ലക്ഷ്യം തെറ്റാത്ത ഒരു പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷനായി ഇതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയോ റഡാറുകളുടെയോ പരിധിയിൽ വരാതെ വളരെ ദൂരെ നിന്ന് തന്നെ സുരക്ഷിതമായി ആക്രമണം നടത്താൻ നമ്മുടെ യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പണായി ഇത് മാറുന്നു എന്നതാണ്. ഇതിലൂടെ നമ്മുടെ പൈലറ്റുമാരുടെ ജീവന് യാതൊരു ഭീഷണിയുമില്ലാതെ ശത്രുവിന്റെ തന്ത്രപരമായ ബങ്കറുകളും താവളങ്ങളും തകർത്തെറിയാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിക്കും. വിമാനത്തിൽ നിന്നും വേർപെടുന്ന നിമിഷം മുതൽ താരയുടെ ചിറകുകൾ വിരിയുകയും വായുവിന്റെ ഗതിവേഗങ്ങളെ കീറിമുറിച്ച് സ്വന്തം തലച്ചോർ ഉപയോഗിച്ച് ചിന്തിച്ച് അത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു. പഴയ ബോംബുകളെ ഉപേക്ഷിക്കാതെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യ കുറഞ്ഞ ചെലവിലും മികച്ച കൃത്യതയിലും നിർമ്മിച്ചതിനാൽ പ്രതിരോധ സേനയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. താര എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്ലൈഡ് ബോംബിന്റെ വൻതോതിലുള്ള നിർമ്മാണത്തിനായി അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നീ മുൻനിര കമ്പനികൾ സഹകരിക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ നേട്ടം വിദേശ ആയുധ ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യയുടെ തദ്ദേശ പ്രതിരോധ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും സഹായിക്കും. ഉയർന്ന ബുദ്ധിശക്തിയും കൃത്യതയുമുള്ള താര ഗ്ലൈഡ് ബോംബ് വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെ ഗതി മാറ്റിയെഴുതാൻ കഴിയുന്ന ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതിർത്തിക്കപ്പുറത്ത് ചൈനയും പാകിസ്ഥാനും ഇന്ത്യയെ നേരിടാൻ വിരിച്ചു വെച്ചിരിക്കുന്നത് അതിസൂക്ഷ്മമായ ലോങ് റേഞ്ച് റഡാറുകൾ, അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റം, സർഫേസ് ടു എയർ മിസൈലുകൾ, അങ്ങനെ നീളുന്ന ഒരു വൻ നിര തന്നെയാണ്. ശത്രുവിന്റെ മണ്ണായ ലാഹോറിലേക്കോ ഇസ്ലാമാബാദിലേക്കോ ഒരു മിന്നൽ ആക്രമണത്തിനായി നമ്മുടെ അഭിമാനമായ റഫേൽ അല്ലെങ്കിൽ SU-30 യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു പറന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവ ശത്രുവിന്റെ റഡാറുകളിൽ കുടുങ്ങും. താഴെ നിന്നും ചീറിപ്പാഞ്ഞെത്തുന്ന HQ-9, LY-80, FD-2000 തുടങ്ങിയ ഭയാനകമായ സാം സിസ്റ്റങ്ങൾ നമ്മുടെ പോർ വിമാനങ്ങളെ ലക്ഷ്യമാക്കി കുതിച്ചെത്തും.
ഈ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് ഇന്ത്യ താര എന്ന സിസ്റ്റത്തിന് ജന്മം നൽകിയത്. എന്നാൽ ഒരു സാധാരണ ബോംബിന് എങ്ങനെ ഒരു മിസൈലിന്റെ കഴിവുകൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. അതിന്റെ രഹസ്യം തുടങ്ങുന്നത് ബോംബ് വിമാനത്തിൽ നിന്നും വേർപെടുന്ന നിമിഷത്തിലാണ്. ഒരു റഫാലോ Su-30 അതിർത്തിക്ക് സമീപം സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ബോംബ് റിലീസ് ചെയ്യുന്നു. പഴയകാലത്ത് അവിടെ കഥ അവസാനിക്കുമായിരുന്നു. ബോംബ് നേരെ താഴേക്ക് പതിക്കുമായിരുന്നു. എന്നാൽ താര ഘടിപ്പിച്ച ബോംബിന്റെ കാര്യത്തിൽ അവിടെയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. വിമാനത്തിൽ നിന്നും വേർപെടുന്ന നിമിഷം തന്നെ താര കിറ്റ് സജീവമാകുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ മടക്കി വെച്ചിരിക്കുന്ന ചിറകുകൾ വിരിയുന്നു. ആ ചിറകുകളാണ് താരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം അവ ബോംബിനെ താഴേക്ക് വീഴാൻ അനുവദിക്കുന്നില്ല, പകരം വായുവിൽ പറക്കാൻ സഹായിക്കുന്നു. വിമാനത്തിന് ആകാശത്ത് പറക്കാൻ ലിഫ്റ്റ് എങ്ങനെ ആവശ്യമാണോ അതേ ലിഫ്റ്റ് സൃഷ്ടിച്ചാണ് ഈ ചിറകുകൾ ബോംബിന്റെ റേഞ്ച് പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. പറക്കാൻ കഴിയുക എന്നത് ഒരു കാര്യം മാത്രം, എവിടേക്ക് പറക്കണം എന്നറിയുക എന്നത് മറ്റൊരു കാര്യമാണ്. അവിടെയാണ് താരയുടെ തലച്ചോറായി പ്രവർത്തിക്കുന്ന അതിൻ്റെ ഓൺബോർഡ് കമ്പ്യൂട്ടർ രംഗത്ത് വരുന്നത്. ബോംബിന്റെ സ്ഥാനം, വേഗത, ഉയരം, സഞ്ചരിക്കുന്ന ദിശ എന്നിവ ഓരോ നിമിഷവും കണക്കുകൂട്ടി അത് ശരിയായ പാതയിലൂടെയാണോ പോകുന്നതെന്ന് ഉറപ്പാക്കുന്നു. ഇതിനായി താര ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളെയാണ്. അമേരിക്കയുടെ GPS, ഇന്ത്യയുടെ നാവിക്, റഷ്യയുടെ ഗ്ലോനാസ് തുടങ്ങിയ സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളിൽ നിന്ന് വിവരങ്ങൾ ഉപയോഗിച്ച് അത് സ്വന്തം സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്നു. അതായത് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ അതിൻ്റെ ദിശ തിരുത്താൻ ഇതിന് കഴിയും. എന്നാൽ ആധുനിക യുദ്ധഭൂമിയിൽ ശത്രുക്കൾ GPS സിഗ്നലുകൾ ജാം ചെയ്യാൻ ശ്രമിച്ചേക്കാം. അത്തരമൊരു സാഹചര്യത്തിലാണ് INS അഥവാ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. സാറ്റലൈറ്റ് സിഗ്നലുകൾ നഷ്ടപ്പെട്ടാലും ബോംബ് എവിടെയാണെന്നും ഏത് ദിശയിലാണെന്നും കണക്കാക്കി ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ഈ സംവിധാനം സഹായിക്കും. അതുകൊണ്ട് തന്നെ GPS നഷ്ടപ്പെട്ടാലും താര പൂർണ്ണമായും അന്തമാകില്ല. ഭാവിയിൽ ഇതിലും വലിയൊരു മാറ്റമാണ് DRDO ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ടാർഗറ്റ് തിരിച്ചറിയൽ സംവിധാനം കൂടി താരയിൽ ഉൾപ്പെടുത്തും. അതോടുകൂടി റഡാർ സ്റ്റേഷൻ, ബങ്കർ, പാലങ്ങൾ അല്ലെങ്കിൽ എയർബേസ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം സ്വയം തിരിച്ചറിയാൻ അതിന് കഴിയും. അപ്പോൾ ഒരു ബോംബ് വെറും ഒരു ആയുധമല്ല, സ്വന്തം ലക്ഷ്യം തിരിച്ചറിയുന്ന ഒരു യോദ്ധാവായി മാറും. താരയുടെ ഔദ്യോഗിക റേഞ്ച് വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ലോകത്തിലെ സമാന സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ 200 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരം താണ്ടാൻ ഇതിന് കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ കരുതുന്നത്. അതായത് ജമ്മുവിലോ രാജസ്ഥാനിലോ നിന്ന് അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇവിടെയാണ് താരയുടെ യഥാർത്ഥ ശക്തി വെളിവാകുന്നത്. ഇന്ത്യയുടെ ആയുധപ്പുരകളിൽ ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് 250 കിലോഗ്രാം, 500 കിലോഗ്രാം, 750 കിലോഗ്രാം വരെയുള്ള തൂക്കമുള്ള ബോംബുകളുണ്ട്. പുതിയ മിസൈലുകൾ നിർമ്മിക്കാൻ വർഷങ്ങളും കോടിക്കണക്കിന് രൂപയും വേണ്ടിവരും. എന്നാൽ ഈ നിലവിലുള്ള ബോംബുകൾക്ക് താര കിറ്റ് ഘടിപ്പിച്ചാൽ അവയെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ സ്മാർട്ട് ഗ്ലൈഡ് ബോംബുകളായി മാറും. സൈനിക ഭാഷയിൽ ഇതിനെ ഫോഴ്സ് മൾട്ടിപ്ലയർ എന്നാണ് വിളിക്കുന്നത്. അതായത് പുതിയ ആയുധങ്ങൾ വാങ്ങാതെ തന്നെ നിലവിലുള്ള ആയുധങ്ങളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ. ഒരു സാധാരണ 500 കിലോ ബോംബ് താര ഘടിപ്പിച്ചതോടെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് വെപ്പണായി മാറുന്നു. അതോടെ അത് വെറും ഒരു ബോംബല്ല, മറിച്ച് ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പണായി രൂപാന്തരപ്പെടുന്നു എന്ന് ചുരുക്കം. ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളെല്ലാം ഇതിനോടകം ഈ വഴി സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ JADAM-ER ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ യുദ്ധങ്ങളിൽ വലിയ വിജയമാണ് നേടിയത്. റഷ്യയുടെ UMPK ഇന്ന് യുക്രൈൻ യുദ്ധത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചൈനയുടെ LS സീരീസ് ഗ്ലൈഡ് ബോംബുകളും അവരുടെ വ്യോമസേനയുടെ പ്രധാന ആയുധങ്ങളാണ്. ഇപ്പോൾ ഈ പട്ടികയിലേക്കാണ് ഇന്ത്യയുടെ താരയും കടന്നു വന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത കാലത്തായി ഇന്ത്യ ഉപയോഗിച്ച സ്കാൽപ് EG, സ്പൈസ് 2000, ക്രിസ്റ്റൽ മെയ്സ് പോലുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അവ അത്യാധുനികവും ഫലപ്രദവുമാണെങ്കിലും അവയുടെ വില വളരെ കൂടുതലാണ്. മാത്രമല്ല യുദ്ധസമയത്ത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കേണ്ട സാഹചര്യവും നിലനിൽക്കും. അതുകൊണ്ടാണ് താരയെ
ഒരു പുതിയ ആയുധം എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായി കാണുന്നത്. കാരണം ഇത് വെറും ഒരു ബോംബിന് ചിറക് നൽകുന്ന സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇന്ത്യയുടെ കൈവശമുള്ള ആയിരക്കണക്കിന് ബോംബുകൾക്ക് ഒരു പുതുജീവൻ നൽകുന്ന സാങ്കേതിക വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ താരയെ ഇന്ന് പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭാവി വ്യോമായുധ സിദ്ധാന്തത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിലാണ്. എന്നാൽ താരയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാരണം ഒരു ആയുധത്തിന്റെ വിജയത്തെ നിർണയിക്കുന്നത് അതിന്റെ കൃത്യത മാത്രമല്ല, അത് എത്ര കുറഞ്ഞ ചെലവിൽ എത്ര വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നു എന്നതുകൂടിയാണ്. ആധുനിക യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് മികച്ച ആയുധങ്ങളുള്ളവരല്ല, ദീർഘകാലം യുദ്ധം തുടരാൻ സാമ്പത്തികമായി കഴിവുള്ളവരാണ്. ഒരു ആധുനിക ക്രൂസ് മിസൈലിന്റെ വില പലപ്പോഴും $1 മില്യൺ മുകളിലാണ്. ചില മിസൈലുകൾക്ക് $2-3 മില്യൺ വരെ വില വരാം. അതായത് 1 ലക്ഷ്യം തകർക്കാൻ മാത്രം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരും. എന്നാൽ താര പോലുള്ള ഗ്ലൈഡ് ബോംബുകളുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം ഇവിടെ പുതിയൊരു മിസൈൽ നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്, നിലവിലുള്ള ബോംബുകൾക്ക് ഒരു ഗൈഡൻസ് കിറ്റ് മാത്രം ഘടിപ്പിക്കുകയാണ്. അതിനാൽ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ലളിതമായി പറഞ്ഞാൽ ഒരു ക്രൂസ് മിസൈൽ പ്രയോഗിക്കാൻ വരുന്ന ചെലവിൽ ഒരുപാട് താരാ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും. യുദ്ധം ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു രാജ്യത്തിന് നൽകുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇന്ന് അമേരിക്ക മുതൽ റഷ്യ വരെയുള്ള രാജ്യങ്ങൾ ഗ്ലൈഡ് ബോംബുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ലോകത്തിലെ വലിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ വീതി താരതമ്യേന കുറവാണ്. പല പ്രധാന സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യൻ അതിർത്തിക്ക് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിയാൽകോട്ട്, ലാഹോർ, ബഹവൽപൂർ, ചക്ലാല തുടങ്ങിയ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതിർത്തിയിൽ നിന്ന് വളരെ അകലെയല്ല. വ്യോമത്താവളങ്ങൾ, ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, ആയുധ ഡിപ്പോകൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങി യുദ്ധസമയത്ത് നിർണായകമായ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ അതിർത്തി മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താര പോലുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ വ്യാപകമാകുമ്പോൾ ഇവയെല്ലാം ഇന്ത്യയുടെ വ്യോമസേനയുടെ ആക്രമണ പരിധിക്കുള്ളിൽ വരും. എന്നാൽ ചൈനയുടെ കാര്യത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ചൈന ഒരു മഹാരാജ്യമാണ്. അതിൻ്റെ വിസ്തൃതി ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ്. പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ പലതും അതിർത്തികളിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ താര പോലുള്ള ഗ്ലൈഡ് ബോംബുകൾ അവയെ നേരിട്ട് ലക്ഷ്യം വെക്കാൻ കഴിയില്ല. ഇവിടെയാണ് താരയുടെ ഒരു പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു സ്ട്രാറ്റജിക് വെപ്പൺ അല്ല. അതായത് ശത്രു രാജ്യത്തിന്റെ ആഴങ്ങളിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധമല്ല. ഇതൊരു ടാക്ടിക്കൽ വെപ്പണാണ്. അതിനാൽ ചൈന പോലുള്ള വലിയ രാജ്യങ്ങൾക്കെതിരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ക്രൂയിസ് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയുമായിരിക്കും ആശ്രയിക്കേണ്ടി വരുന്നത്. ബ്രഹ്മോസ്, നിർഭയ, അഗ്നി സീരീസ് പോലുള്ള ആയുധങ്ങളുടെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇനിയും തുടരുകയും ചെയ്യും. താര അവയ്ക്ക് പകരക്കാരനെ അല്ല, മറിച്ച് അവയെ പൂർത്തീകരിക്കുന്ന മറ്റൊരു ശക്തമായ ആയുധമാണ്. ഒരു കാലത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ബോംബ് ഒരു വിമാനത്തെ ആശ്രയിച്ചിരുന്നു എങ്കിൽ ഇന്ന് താര വന്നതോടെ സ്ഥിതി മാറിയിരിക്കുന്നു. വിമാനം അതിർത്തിയിൽ നിൽക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നത് കമ്പ്യൂട്ടറുകളായിരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്യത്തിലേക്ക് പറക്കാൻ ബോംബിന് താരയുടെ സഹായത്തോടെ സാധിക്കും. ഭാവിയിലെ യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യമല്ല, ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായ ആയുധങ്ങളുള്ള രാജ്യമാകും. ആ പുതിയ യുദ്ധലോകത്തിലേക്കാണ് ഇന്ത്യ താരയിലൂടെ പ്രവേശിക്കുന്നത്.